ബിഗ് ബോസ് സീസൺ 6 39 ദിനം പിന്നിട്ടിരിക്കുകയാണ്. ഇന്ന് 40ാമത്തെ ദിനമാണ്. രാവിലെ തന്നെ കണ്ടസ്റ്റൻസിനെ ബിഗ് ബോസ് അത് ഓർമ്മപ്പെടുത്തി. അത് കേൾക്കുന്ന സമയത്ത് കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്കും വലിയ ആശ്വാസം തോന്നും. കാരണം അവരിൽ പല ആളുകളും കപ്പ് എന്ന് പറയുന്ന ഒരു മോഹമൊക്കെ പാതി ഉപേക്ഷിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ ദിനം സർവൈവ് ചെയ്യുക എന്നുള്ളതാണ് പല ആളുകളുടെയും ലക്ഷ്യം. പകുതിയോട് അടുത്ത് ദിനം കഴിഞ്ഞു. കുറേയധികം ആളുകൾ വലിയ കാര്യമായിട്ടുള്ള ഗെയിമൊന്നും കളിച്ചിട്ടില്ല. എന്നാലും അവർക്ക് സർവൈവ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതിൽ സേഫായിട്ട് നിൽക്കുന്ന ഒത്തിരിയധികം ആൾക്കാരുണ്ട്. ഇപ്പോൾ ജാൻമണിയൊക്കെ വേറെ ഒരു മോഡിലാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ ഗെയിമല്ല, പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറല്ല, എന്നാലും വേറൊരു മോഡ് പിടിച്ച് ഇങ്ങനെ പോവുകയാണ്. ശരണ്യ വളരെ സേഫായിട്ട് മുന്നോട്ടേക്ക് പോകുന്ന ഒരാളാണ്. അത്രയധികം റിസ്ക് ഒന്നും എടുക്കേണ്ട വന്നിട്ടില്ല. നോറ മലയാളം പ്രേക്ഷകർക്ക് അധികം ഇഷ്ടപ്പെടാത്ത ടൈപ്പിലുള്ള ഒരു ഗെയിം പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടാണ് 40 ദിവസം അവിടെ നിന്നത്. അതേപോലെ അർജുൻ, ശ്രീതു അങ്ങനെയുള്ള ആളുകൾ വേറെ ഒരു അപ്രോച്ച് പിടിക്കുന്നു. ഇപ്പോൾ ഋഷി വേറെ ഒന്നും ചെയ്യാതെ മുന്നോട്ടേക്ക് പോയ ഒരു വ്യക്തിയാണ്. ഇവരെല്ലാം ഈ 40 ദിവസം പിന്നിട്ട ആൾക്കാരുടെ കൂടെയുണ്ട്. റിസ്ക് എടുക്കുന്ന ആൾക്കാരും ഇവരൊക്കെ ഒരേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ മുന്നോട്ടേക്ക് പോകുന്നത്. 40 ദിവസമൊക്കെ ആകുമ്പോഴത്തേന് സാധാരണ സീസണിലൊക്കെ നമ്മൾ കണ്ടുവരാറുള്ളതാണ്, കണ്ടസ്റ്റൻസിന് ഒരു അബദ്ധധാരണ ഉണ്ടാവും. ഇന്ന ആൾക്ക് പുറത്ത് ഭയങ്കര സപ്പോർട്ടാണ്, അതുകൊണ്ട് ഇയാളുടെ കൂടെ അങ്ങോട്ട് നിൽക്കാം. അങ്ങനെ ആളുകൾ ഏറ്റവും കൂടുതൽ വിചാരിക്കുന്ന ഒരു കണ്ടസ്റ്റൻ്റാണ് ജിൻഡോ. വൈൽഡ് കാർഡുകളും വന്ന സമയത്ത് കൂടുതലായി ജിൻഡോയുടെ അടുത്തേക്ക് ചെങ്ങാത്തം കൂടുന്നത് നിലവിലുള്ള കണ്ടസ്റ്റൻസ് ശ്രദ്ധിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇത് മോർണിംഗ് ആക്ടിവിറ്റിയിലടക്കം ശരണ്യയ്ക്കൊക്കെ എതിരെ പറഞ്ഞ കാര്യങ്ങൾക്ക് വലിയ പ്രസക്തിയുണ്ട്. ശരണ്യൊക്കെ വളരെ സേഫായിട്ട് നിന്ന് പോവുകയാണ്. അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ അതിപ്പോൾ വിയോജിപ്പുകളാണ് എന്നുണ്ടെങ്കിൽ അദ്ദേഹം അത് തുറന്ന് പറയുന്നില്ല എന്നൊക്കെ പല ആളുകളും പറയുന്നു. അതിനോടൊപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യമുണ്ട്, കണ്ടസ്റ്റൻസിൽ പല ആളുകൾക്കും മനസ്സിലാവാത്ത ഒരു ഗെയിമറാണ് ജിൻഡോ. പക്ഷേ ജിൻഡോ അത്ര കോംപ്ലിക്കേറ്റഡ് ക്യാരക്ടർ അല്ല എന്നുള്ളത് ഇന്നിങ്ങടെ ഈ ഒരു ലൈവിൻ്റെ ചില ഭാഗങ്ങൾ കണ്ട സമയത്ത് എനിക്ക് മനസ്സിലായി. നോറ ജിൻഡോയുടെ സ്പേസ് എടുക്കുന്ന സമയത്ത്, നോറ ജിൻഡോയെ കുറിച്ചിട്ട് പിറകെ നടന്ന് ക്രിട്ടിസൈസ് ചെയ്യുന്ന സമയത്ത്, നോറ ജിൻഡോയെ പ്രൊവോക്ക് ചെയ്യുന്ന സമയത്ത് ജിൻഡോയുടെ കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. ഇപ്പോൾ ജിൻഡോ നോറയിലേക്ക് മാത്രമായി ഫോക്കസ്ഡ് ആവുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത്. അല്ല എന്നുണ്ടെങ്കിൽ മോർണിംഗ് ആക്ടിവിറ്റികളിൽ അല്ലെങ്കിൽ ബാക്കിയുള്ള സമയത്തൊക്കെ എനിക്ക് എല്ലാ ആൾക്കാരും ഒരേപോലെയാണ്, എനിക്ക് എല്ലാ ആൾക്കാരോടും ഇഷ്ടമാണ്, എനിക്ക് എല്ലാ ആൾക്കാരോടും വിയോജിപ്പാണ് എന്നൊക്കെ പറയുന്ന ജിൻഡോ ഇപ്പോൾ 2 ദിവസമായിട്ട് കറക്റ്റായിട്ട് നോറയും ജാസ്മിനെയും മാത്രമായി ഫോക്കസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ജിൻഡോയെയും പ്രൊവോക്ക് ചെയ്യാനായിട്ട് എളുപ്പമാണ് എന്ന് മനസ്സിലാക്കാം. എന്നാൽ ബാക്കിയുള്ള കണ്ടസ്റ്റൻസ് ജിൻഡോയെ ഫോക്കസ് ചെയ്യുന്നില്ല. അവിടെയാണ് പല ആളുകളും കാഴ്ചവെക്കുന്ന ഒരു സേഫ് പ്ലേ. ജിൻഡോയ്ക്ക് സപ്പോർട്ട് ഉണ്ട് എന്നുള്ള ഒരു ചിന്ത. ഇനിയിപ്പോൾ ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, ഇന്നത്തെ മോർണിംഗ് ആക്ടിവിറ്റി നാളെ റെസ്റ്റ് ആയതുകൊണ്ട് തന്നെ ഇന്ന് തല്ലുമുടി ഉണ്ടാക്കിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കൊടുത്തത് എന്ന് തോന്നുന്നു. അപ്പോൾ നാളെ റെസ്റ്റ് അല്ലേ എന്നൊക്കെ ആ ഒരു ടാസ്ക് ലെറ്ററിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. കണ്ടസ്റ്റൻസ് മറ്റ് കണ്ടസ്റ്റൻസിൽ ആരാണ് സ്വന്തം വീട് പോലെ ബിഗ് ബോസ് ഹൗസിനെ കരുതുന്നത്, അല്ല എന്നുണ്ടെങ്കിൽ ആരാണ് ഷൂട്ടിംഗ് സെറ്റ് പോലെ ബിഗ് ബോസ് ഹൗസിനെ കരുതുന്നത് എന്ന് പറയണം. ഷൂട്ടിംഗ് സെറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് ഫേക്ക്നെസിൻ്റെ എലമെൻ്റ് ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്തൊരു ഗെയിം ഉണ്ട്, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസരമാണ്. സ്വന്തം വീട് എന്ന് പറയുന്ന സമയത്ത് നമ്മൾ വീട്ടിൽ കാണിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് ശരിയല്ലല്ലോ. അപ്പോൾ അവിടെയും ക്രിട്ടിസൈസ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എന്നാൽ കംഫർട്ടബിൾ ആവുന്നത് ഒരു ഗെയിമിൽ പോസിറ്റീവ് ആണ് എന്നുള്ള രീതിയിലും പറയാൻ പറ്റും. എന്തെങ്കിലും ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് ചില ഡേയ്സിൽ ജിൻഡോയ്ക്ക് കണ്ണാടി വേണം, ചില ഡേയ്സിൽ കണ്ണാടി വേണ്ട. സൂചി ഓർക്കുന്ന സമയത്ത് കണ്ണാടി വേണ്ട, ടാസ്ക് ലെറ്റർ വായിക്കുന്ന സമയത്ത് കണ്ണാടി വേണം. ആകെ മൊത്തം കൺഫ്യൂഷനാണ് പുള്ളിയുടെ ആ ഒരു കണ്ണടയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. കാഴ്ചശക്തിക്ക് എന്തെങ്കിലും പ്രശ്നമുള്ള ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ബിഗ് ബോസ് കണ്ണാടി കൊടുക്കാതിരിക്കുകയോ? കണ്ണാടി വെച്ചിട്ടല്ലേ മുൻപത്തെ പല കണ്ടസ്റ്റൻസും പെർഫോം ചെയ്തത്. എന്നാലും വായിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് കണ്ണാടി കൊടുക്കാതിരിക്കുന്നത് ക്രൂരതയായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അഭിഷേക് ശ്രീകുമാറാണ് വരുന്നത്. ഗബ്രിക്ക് ഇതൊരു സ്വന്തം വീട് പോലെയാണ് തോന്നുന്നത് എന്ന് അഭിഷേക് പറയുന്നു. അത്രയധികം കംഫർട്ടബിൾ ആണ്. ഇപ്പോൾ ഷൂട്ടിംഗ് സെറ്റ് പോലെ ഫീൽ ചെയ്യുന്നത് സായിക്കാണ്. കാരണം സായി പുറത്തുള്ള സായി അല്ല, അകത്ത് വളരെയധികം കോൺഷ്യസ് ആയിട്ട്, ഇമേജ് കോൺഷ്യസ് ആയിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്ന, എല്ലാ കാര്യങ്ങളിലൊന്നും ഇടപെടാൻ താല്പര്യമില്ലാത്ത ഒരു സായിയാണ്. സായി പുറത്തുള്ള സായി ആയിട്ട് വരണം എന്നുള്ളതാണ് അഭിഷേകിൻ്റെ ആഗ്രഹം. സായി എനിക്ക് തോന്നുന്നത് അകത്ത് കൂടുതൽ കണ്ടന്റ് ഉണ്ടാക്കിയാലും അരി കിട്ടില്ല എന്നുള്ള ചിന്ത ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല. ഫിക്സഡ് പേയ്മെൻ്റ് ആണല്ലോ പെർ ഡേ. അപ്പോൾ സായി വളരെ റിലാക്സ് ചെയ്ത് വളരെ രസമായിട്ട് പുള്ളി കാര്യങ്ങൾ നോക്കി കാണുകയാണ്. അതിനുശേഷം നന്ദന വരുന്നു. ജാസ്മിനാണ് സ്വന്തം വീട് പോലെ ബിഗ് ബോസ് ഹൗസിനെ നോക്കി കാണുന്നത്. അതിന് പല ടോണുകളുണ്ട്, മുന്നേ ഞാൻ പറഞ്ഞ പല ടോണുകളുണ്ട്. എന്നാൽ നന്ദന ഓൾമോസ്റ്റ് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ടിങ്, ഷൂട്ടിംഗ് സെറ്റ് ഇത് അപ്സരയുമായി ചേർത്താണ് പറയുന്നത്. അപ്സര നല്ല രീതിയിൽ ആക്ട് ചെയ്ത് ജാടയൊക്കെ ഇട്ടാണ് നടക്കുന്നത് എന്ന് നന്ദന പറയുന്നു. ഋഷി വന്ന് മടി കൂടാതെ പറയുന്നു ജാൻമണിയാണ് സ്വന്തം വീട് പോലെ ബിഗ് ബോസ് ഹൗസിനെ നോക്കി കാണുന്നത്. അത്രയധികം കെയറിങ് ആണ്. വീട്ടിൽ കിട്ടുന്ന ഒരു കെയർ തന്നെ ഋഷിക്ക് കിട്ടാറുണ്ട്. പിന്നെ വായിൽ നിന്ന് വരുന്നതടക്കം വീട്ടിൽ പറയുന്നത് പോലെ തന്നെയാണ്. ക്യാമറ ഒന്നും നോക്കത്തില്ല. ഷൂട്ടിംഗ് സെറ്റ് പോലെ പെരുമാറുന്നത് ശ്രീരേഖയാണ്. ക്യാമറയെ നോക്കി വർത്താനം പറയുന്നു, ക്യാമറയെ നോക്കി ചക്കരെ വാവേ മുത്തേ എന്നൊക്കെ വിളിക്കുന്നു. അതെല്ലാം ഒരു ആക്ടിങ്ങിന്റെ രീതിയിൽ നോക്കി കാണുന്ന ഒരു കാര്യമാണ്. ശ്രീതു ജാസ്മിനെയാണ് വീട് പോലെ കാണുന്ന ആളായിട്ട് പറയുന്നത്. അതിനകത്ത് ആ ഒരു ഹൈജീനുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. മൈക്ക് ഇടാൻ മറന്നു പോകുന്നു, വീട്ടിൽ മൈക്കിൻ്റെ ആവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ ടിഷ്യൂ അവിടെ ഇവിടെയൊക്കെ വലിച്ചെറിയുന്നു. ഷൂട്ടിംഗ് സെറ്റ് പോലെ നോക്കിക്കാണുന്നത് നോറയാണ്. കാരണം ആക്ഷൻ പറയുന്ന സമയത്ത് ആക്ഷൻ
പറയാനായിട്ട് എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വരുന്ന സമയത്ത് പെട്ടെന്ന് ആൾ വേറെ ഒരാളായി മാറും, ഇമോഷൻസ് വാരി വിതറും. എന്നാൽ പിന്നീട് ബാക്ക് ടു വേറെ ഒരു ക്യാരക്ടറിലേക്ക് പോകും. ഈ ആഴ്ച വേറെ ഒരു ക്യാരക്ടറാണ് പുള്ളിക്കാരി പിടിക്കുന്നത്. ആദ്യ ആഴ്ചയിലെ ഇമോഷൻ ട്രാക്ക് അല്ല ഇപ്പോൾ പിടിക്കുന്നത്. അർജുൻ വീട് പോലെ ഇതിനെ നോക്കിക്കാണുന്ന ഒരാളായിട്ട് റസ്മിനെയാണ് പറയുന്നത്. റസ്മിൻ എല്ലായിടത്തും കയറി ഇറങ്ങി നടക്കും. റസ്മിൻ എല്ലായിടത്തും ആക്സസ് ഉണ്ട്. ഇന്നലെ മോർണിംഗ് ആക്ടിവിറ്റിയിലും റസ്മിനെ കുറിച്ച് ഇങ്ങനെ ഒരു കമൻറ്റ് കേട്ടു, റസ്മിൻ ആയാൽ മതി കാരണം എല്ലായിടത്തും ആക്സസ് ഉണ്ട്. അങ്ങനെ റസ്മിൻ വീട് മൊത്തം ഓടി നടന്ന് സ്വന്തം വീട് പോലെ എല്ലാം കൈകാര്യം ചെയ്ത് എല്ലാത്തിലും ഇടപെടും എന്നുള്ളത് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഷൂട്ടിംഗ് സെറ്റ് പോലെ നോക്കിക്കാണുന്നത് ശരണ്യാണ്. എപ്പോഴും നല്ല മേക്കപ്പ് ഒക്കെ ചെയ്ത് നല്ല ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് എല്ലായിടത്തും ഭയങ്കര പോളിഷ്ഡ് ആയിട്ട് പെർഫോം ചെയ്യുന്ന ഒരാളാണ് ശരണ്യ. അതേപോലെ പവർ ടീമിലേക്ക് വന്നപ്പോൾ വേറൊരു ക്യാരക്ടറാണ് ശരണ്യ പിടിക്കുന്നത്. അത് ശരിയാണ്. പിന്നീട് സായി ആണ് വരുന്നത്. സായി വീട് പോലെ ബിഗ് ബോസ് ഹൗസിനെ നോക്കിക്കാണുന്ന ഒരാളായിട്ട് പറയുന്നത് ഗബ്രിയാണ്. ഭയങ്കര കംഫർട്ടബിൾ ആയിട്ടാണ് ഗബ്രി എല്ലാ കോർണറിലും ഇങ്ങനെ പോയിരിക്കുന്നത്, നടക്കുന്നത്, പെരുമാറുന്നത്. ഷൂട്ടിംഗ് സെറ്റ് പോലെ ഇതിനെ നോക്കിക്കാണുന്നത് ശരണ്യാണ്. ഇപ്പോൾ 40 ദിവസമായി ഇത്രയധികം ദിവസങ്ങൾ പുറത്തുനിന്നും അകത്തുനിന്നും കാണുന്ന സമയത്ത് ശരണ്യ വളരെയധികം മെയിൻറ്റെയിൻ ചെയ്ത് ഡ്രസ്സപ്പൊക്കെ ചെയ്ത് എല്ലാം പ്ലാൻ ചെയ്ത് ഭയങ്കര പോളിഷ്ഡ് ആയിട്ടാണ് ഇവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. സിബിൻ വീട് പോലെ കാണുന്ന ഒരു വ്യക്തിയായിട്ട് പറയുന്നത് ജാൻമണിയാണ്. ജാൻമണി ഡ്രസ്സ് മാറുന്ന ഒരു കാര്യമൊക്കെ ഭയങ്കര റിയലാണ്. ജാൻമണി ഇപ്പോൾ റൂമിലിരുന്നിട്ടാണെങ്കിലും ഡ്രസ്സ് മാറും, ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ ഓഫ് ചെയ്തോണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതിയിൽ സ്വന്തം വീട് പോലെ തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ കിച്ചണിലൊക്കെ ആണെങ്കിലും സ്വന്തം വീട്ടിലുള്ള ആളുകൾക്ക് എടുത്ത് കൊടുക്കുന്നത് പോലെ കണക്കൊന്നും നോക്കാതെ എടുത്ത് കൊടുക്കുന്നു, അവരെ ഭക്ഷണം കഴിപ്പിക്കുന്നു. വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. അർജുനാണ് ഇതൊരു ഷൂട്ടിംഗ് സെറ്റ് പോലെ പരിഗണിക്കുന്നത്. അർജുൻ എപ്പോഴും ഒരു മോഡലിനെ പോലെ തന്നെ നടക്കാനും എടുക്കാനും ഒക്കെ ശ്രമിക്കുന്നു. അതനുസരിച്ചിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നു. അവിടെ ഇവിടെ ഇരിക്കുന്നതിനകത്ത് പോലും ആ ഒരു മോഡലിൻ്റെ എല്ലാ സാധനങ്ങളും ഉണ്ട്. അത് കുറച്ചും കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന സംഗതിയാണ്. അൻസിബ വരുന്നു. അൻസിബ ജാൻമണിയാണ് പറയുന്നത് വീട് പോലെ നോക്കിക്കാണുന്ന ആളായിട്ട്. അൻസിബ പറയുന്നത് കുറച്ചും കൂടെ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു റീസണാണ്. അപ്പോൾ അൻസിബ പറയുന്നു ജാൻമണിക്ക് വീട്ടിൽ ആരുമില്ല, ഇവിടെ എല്ലാ ആൾക്കാരും ഉണ്ട്, ജാൻമണി എവിക്റ്റ് ആവുന്നു എന്നൊക്കെ അറിഞ്ഞ സമയത്ത് അത്രയധികം കരച്ചിലൊക്കെ ആയിരുന്നു. ഷൂട്ടിംഗ് സെറ്റ് പോലെ ഇതിനെ നോക്കിക്കാണുന്നത് ജിൻഡോ ആണ്. കാരണം ജിൻഡോയുടെ ക്യാരക്ടർ മനസ്സിലാവുന്നില്ല. ഇന്നസെൻ്റ് ആണ് എന്ന് ചില സമയത്ത് തോന്നും, എന്നാൽ ഒത്തിരി അധികം തെറ്റുകളൊക്കെ ചെയ്യുന്നുണ്ട്, കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആണ് എന്നുള്ളതാണ് അൻസിബയുടെ ടോൺ. പൂജ ജാൻമണിയാണ് വീട് പോലെ ബിഗ് ബോസ് ഹൗസിനെ കൺസിഡർ ചെയ്യുന്ന ആളായിട്ട് പറയുന്നത്. അപ്പോൾ പറയുന്ന റീസൺ ഇതാണ്, മറ്റേ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ എല്ലായിടത്തും ജാൻമണി കംഫർട്ടബിൾ ആണ്. അതേപോലെ തന്നെ ഇപ്പം ഫിൽറ്റർ ഇല്ലാതെയാണ് സംസാരിക്കുന്നത്. പിന്നെ ആക്ട് ചെയ്യുന്ന ആൾ, ഷൂട്ടിംഗ് സെറ്റിൽ ആക്ട് ചെയ്യുന്നത് പോലെ ചെയ്യുന്ന ആൾ നോറയാണ്. നോറ ക്യാമറയൊക്കെ നോക്കി അതും ഇതൊക്കെ പറയുന്നത് പൂജ ശ്രദ്ധിച്ചിട്ടുണ്ട്. നോറ എന്തൊരു കാര്യവും ഓടി ഒരു ക്യാമറയോടാണ് പലപ്പോഴും പോയി പറയുന്നത്. ഇവിടെയൊക്കെ നോറയുടെ മറ്റേ വ്യത്യസ്തമായിട്ടുള്ള എക്സ്പ്രഷൻസ് ക്യാമറ സൂം ചെയ്ത് കാണിച്ചിരുന്നു. അപ്സര ജിൻഡോയെയും അൻസിബയാണ് പറയുന്നത്. ജിൻഡോ വീട്ടിലെ പോലത്തെ പെർഫോമൻസ് ആണ് ഇവിടെ കാഴ്ചവെക്കുന്നത്. സിഗരറ്റ് വലിക്കുന്ന കാര്യത്തിലൊക്കെ ആണെങ്കിലും അതേപോലെ സംസാരിക്കുന്ന കാര്യത്തിലൊക്കെ ആണെന്നുണ്ടെങ്കിലും മോശമായിട്ടുള്ള ആക്ടുകൾ ചെയ്യുന്ന കാര്യത്തിലാണെങ്കിലും വീട്ടിലെ തോന്നിയാസം തന്നെയാണ് ഇവിടെ കാണിക്കുന്നത് എന്ന് നെഗറ്റീവായിട്ടാണ് പറയുന്നത്. പിന്നെ അൻസിബയെ കുറിച്ചിട്ടും നെഗറ്റീവാണ് പറയുന്നത്. അൻസിബ ഷൂട്ടിംഗ് സെറ്റിലെ ഒരു നടിയെ പോലെയാണ് പെരുമാറുന്നത്. ഭയങ്കര ആർട്ടിഫിഷ്യലായിട്ടാണ് എല്ലാ കാര്യങ്ങളും അപ്രോച്ച് ചെയ്യുന്നത്. നടപ്പിലും എടുപ്പിലും സംസാരത്തിലൊക്കെ ആ ഒരു മീറ്റർ പിടിച്ചിട്ടാണ് സംസാരിക്കുന്നത്. ഗബ്രി ജാസ്മിനെയും അതേപോലെ തന്നെ അൻസിബയാണ് പറയുന്നത്. ജാസ്മിൻ സ്വന്തം വീട് പോലെയാണ് ഇതിനെ കരുതുന്നത്. അതുകൊണ്ട് അവൾക്ക് ആരോടും പിണക്കമില്ല. എല്ലാവരോടും വഴക്കുണ്ടാക്കിയാലും പോയി അത് കഴിഞ്ഞിട്ട് കോംപ്രമൈസ് ആവും. അതേപോലെ എല്ലായിടത്തും ഇരിക്കുന്ന സമയത്താണെങ്കിലും നടക്കുന്ന സമയത്താണെങ്കിലും ഒന്നും മൈൻഡ് ചെയ്യാറില്ല. അതൊക്കെ ഗബ്രി പറഞ്ഞത് കാര്യമാണ്. ഷൂട്ടിംഗ് സെറ്റിൽ പെരുമാറുന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടാണ് അൻസിബയിലേക്ക് കിടക്കുന്നത്. ഷൂട്ടിംഗ് സെറ്റിൽ നമ്മൾ ഫേക്കായിട്ടായിരിക്കും പെരുമാറുന്നത്. നമ്മളുടെ എല്ലാം റിയൽ ആയിട്ടുള്ളതും പുറത്തേക്ക് കാണിക്കില്ല. അപ്പോൾ ഫേക്ക് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അൻസിബയുടെ പേര് പറയുന്നത്. അൻസിബ ഇരിപ്പിലും നടപ്പിലും എടുപ്പിലും എല്ലാം വളരെയധികം കോൺഷ്യസ് ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യുന്നത്. റസ്മിൻ, അപ്സര, ജിൻഡോ എന്നിവരാണ് പറയുന്നത്. അപ്സര വീട് പോലെ തന്നെയാണ് ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. എല്ലാം വളരെയധികം നോക്കി മെയിൻറ്റെയിൻ ചെയ്ത് എല്ലാം ഒരു വീട്ടിൽ ചെയ്യേണ്ടത് എങ്ങനെയാണോ അതേപോലെയൊക്കെ തന്നെ ചെയ്യാറുണ്ട്. ജിൻഡോ അങ്ങനെയല്ല. ജിൻഡോ ഷൂട്ടിംഗ് സെറ്റിലെ പോലെയാണ്. ഇപ്പോൾ വൈകി വരുന്നത് പോലും ക്യാമറ തന്നെ ഒന്ന് സൂം ചെയ്യാൻ വേണ്ടിയാണ് എന്നൊക്കെ റസ്മിനോട് പറയുന്നുണ്ട്. റസ്മിൻ ജിൻഡോ തമ്മിലുള്ള പണക്കത്തെക്കുറിച്ചിട്ട് നമുക്കറിയാം. ജിൻഡോ അത്രയധികം ഫേക്ക് ആണ് എന്നുള്ളതാണ് റസ്മിൻ പറഞ്ഞു വയ്ക്കുന്നത്. നോറ, ജിൻഡോ ആൻഡ് ശരണ്യാണ് പറയുന്നത്. നോറ നല്ല രീതിയിൽ ജിൻഡോനെ പ്രൊവോക്ക് ചെയ്യുന്നുണ്ട്. വീട്ടിലെ പോലെയുള്ള തോന്നിയാസാണ് ജിൻഡോ ഇവിടെ കാണിക്കുന്നത്. അതും തോന്നിയാസം അറ്റ് പീക്ക് ലെവലാണ് കാണിക്കുന്നത്. നാണോ മാനോ ഇല്ല എന്നുള്ളതായിരുന്നു ഇന്നലത്തെ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ജിൻഡോയെ കുറിച്ചിട്ട് പറഞ്ഞത്. പിന്നെ ശരണ്യയെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ഒതുങ്ങി പോകുന്നുണ്ട്, നിലപാടുകൾ പുറത്ത് പറയുന്നില്ല, ആരുടെയോ പിന്നിൽ ഇങ്ങനെ ഒളിക്കുകയാണ്. വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ്. ജാസ്മിൻ, നന്ദന ആൻഡ് ശരണ്യെ തന്നെയാണ് പറയുന്നത്.
നന്ദന വീട്ടിലെ പോലെ തന്നെയാണ് പെരുമാറുന്നത്. വയൽ വരുന്നത് കൊതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിലാണ്, നെഗറ്റീവായിട്ടല്ല എന്നെടുത്ത് പറയുന്നുണ്ട്. പിന്നെ ശരണ്യയെ കുറിച്ചിട്ട് പറയുന്നത് ശരണ്യ ഒതുങ്ങി പോവുകയാണ്, ഭയങ്കര കോൺഷ്യസ് ആണ്, പുറത്തുള്ള ആളുകളെ നോക്കിയിട്ടാണ് ഗെയിം കളിക്കുന്നത്. അബി ജാസ്മിൻ ആൻഡ് റസ്മിനെയാണ് പറയുന്നത്. ജാസ്മിൻ വളരെയധികം റിയൽ ആൻഡ് ഒറിജിനൽ ആയിട്ട് വീട് പോലെ തന്നെയാണ് ബിഗ് ബോസ് ഹൗസിനെ നോക്കി കാണുന്നത്. എന്നാൽ റസ്മിൻ ഷൂട്ടിംഗ് സെറ്റിൽ പെരുമാറുന്നത് പോലെയാണ്, ഭയങ്കര പോസിറ്റിവിറ്റി, ന്യായം പറച്ചിൽ, അതൊക്കെ ഒരു തരം ഷൂട്ടിങ്ങിൽ ആക്ടിവിറ്റി ആയിട്ടാണ് അബി പറയുന്നത്. ശരണ്യ, ജാൻമണി ആൻഡ് നോറയാണ് പറയുന്നത്. ജാൻമണി വളരെയധികം കംഫർട്ടബിൾ ആയിട്ട് വീട് പോലെ തന്നെ ഇതിനെ നോക്കി കാണുന്നു. നോറ മറ്റേ ആക്ടിങ് തന്നെയാണ്, ആക്ഷൻ കട്ടൊക്കെ പറയുന്ന സമയത്ത് പെർഫോം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ജാൻമണി, ഗബ്രി ആൻഡ് ശരണ്യാണ് പറയുന്നത്. രണ്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് പറയുന്നത്. ശരണ്യ ക്യാമറയൊക്കെ നോക്കി തന്നെയാണ് ഗെയിം കളിക്കുന്നത്. അങ്ങനെ വേണം, നമ്മൾ ക്യാമറയൊക്കെ നോക്കി വേണം ഓരോന്നൊക്കെ ചെയ്യാനായിട്ട്, പുറത്തെ ആളുകളൊക്കെ കാണുന്നതല്ലേ, അത് വളരെ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. ഗബ്രിയുടെ കാര്യം പറയുന്നത്, ഗബ്രി ഭയങ്കര കംഫർട്ടബിൾ ആണ് വീട്ടിലെല്ലായിടത്തും, എല്ലാ കോർണറിലും. അത് നല്ലൊരു ക്വാളിറ്റി ആയിട്ട് തന്നെ ജാൻമണി പറയുന്നു. ശ്രീരേഖ, ജാസ്മിൻ ആൻഡ് ഗബ്രിയാണ് പറയുന്നത്. ജാസ്മിൻ സ്വന്തം വീട് പോലെ വളരെ കംഫർട്ടബിൾ ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിനെ നോക്കി കാണുന്നത്. ഇപ്പോൾ ബാത്റൂമിലൊക്കെ ചെരിപ്പിടാതൊക്കെ നമ്മൾ വീട്ടിലൊക്കെ പോകാറുണ്ടല്ലോ, അപ്പം അതുകൊണ്ട് ജാസ്മിൻ അങ്ങനെ ചെയ്തതിനകത്തും എനിക്ക് പ്രശ്നവും തോന്നുന്നില്ല എന്ന് ശ്രീരേഖ പറയുന്നു. വീട് പോലെ അതിനെ നോക്കി കാണുന്നത് കൊണ്ടാണ് എന്ന് അഡീഷണലായിട്ട് കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഗബ്രി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ നിൽക്കുന്ന ഒരു പ്രതീതിയാണ് എന്ന് ശ്രീരേഖ പറയുന്നു. ഗബ്രിക്ക് എല്ലാ ക്യാമറകളെ കുറിച്ചിട്ട് അറിയാം, ക്യാമറ എങ്ങനെ സൂം ചെയ്യുന്നു, എങ്ങനെയാണ് ഇത് ഒപ്പിയെടുക്കുന്നുണ്ടോ എന്നീ കാര്യങ്ങളെ കുറിച്ചിട്ട് ഗബ്രിക്ക് നല്ല ബോധമുണ്ട്. ശരിയാണ്, ഗബ്രി അതനുസരിച്ചിട്ടാണ് പെരുമാറുന്നതൊക്കെ. ജിൻഡോ, റസ്മിൻ ആൻഡ് നോറയാണ് പറയുന്നത്. അപ്പം ജിൻഡോ റസ്മിനെ കുറിച്ചിട്ട് പറയുന്നത്, സ്വന്തം വീട്ടിലെ പോലെ തന്നെ മര്യാദയില്ലാത്ത ചില പ്രവർത്തനങ്ങൾ, ഒരാൾ ചായ ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ പാലില്ല എന്നൊക്കെ അങ്ങനെ പറയും. അങ്ങനെയൊക്കെ ആരെങ്കിലും വീട്ടിൽ പറയാറുണ്ടോ? ജിൻഡോ സ്വന്തം വീട്ടിലെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു ബാക്കിയുള്ള ആളുകളുടെ അടുത്ത് അടിച്ചേൽപ്പിക്കുന്നത്. അതേപോലെ തന്നെ വീട്ടിൽ അമ്മയൊക്കെ തൂത്തുവാരിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ദേഷ്യം വന്നിട്ട് വേസ്റ്റ് വാരി എറിയില്ലേ, ആരെറിയും? ജിൻഡോ എറിയുമായിരിക്കും. ഇപ്പോൾ റസ്മിൻ അതുപോലെ തന്നെയാണ് ഇവിടെ വേസ്റ്റ് എടുത്തെറിഞ്ഞത്. അപ്പോൾ ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്. അതേപോലെ ഇപ്പം പട്ടി ഉരയ്ക്കുന്ന സമയത്ത് അത് കുറച്ചും കൂടെ നൈസായിരുന്നു. പട്ടി ഉരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഓടിപ്പോയി നോക്കും. ഇന്നലെ പട്ടി കുറച്ച സമയത്ത് ജാസ്മിൻ ഉറങ്ങി, പട്ടി കുറച്ച സമയത്ത് റസ്മിൻ ഓടി വന്ന് നോക്കി, എന്നിട്ട് ജാസ്മിനാണ് എന്ന് പറഞ്ഞ് തിരിച്ചുപോയി. ഞാനാണ് എന്നുണ്ടെങ്കിൽ റസ്മിൻ അവിടെ വേറെ കളി ഇറക്കിയേനെ. അതേപോലെ തന്നെ നോറയെ കുറിച്ചിട്ട് പറയുന്നത്, അത് ജിൻഡോ പ്രൊവോക്ഡായി എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. നോറയെ കുറിച്ചിട്ട് നിർത്താതെ പറയുകയാണ്, ലാലേട്ടൻ വന്ന സമയത്ത് ജിൻഡോ ആണ് അടുത്ത് നിന്നത്, നോറ അതിനകത്തേക്ക് തിരികെ കയറി. കേക്ക് മുറിക്കാൻ നേരത്ത് ജിൻഡോയാണ് അടുത്ത് നിന്നത്, നോറ അതിനകത്തേക്ക് തിരികെ കയറി. കേട്ട സമയത്ത് തന്നെ മനസ്സിലായ ഒരു സംഗതിയുണ്ട്, പുള്ളി ക്യാമറയ്ക്കൊക്കെ നോക്കി ഇങ്ങനെ സ്പേസ് ഒക്കെ എടുത്ത് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് നോറ അതിനേക്കാളും വലിയ സ്പേസ് എടുക്കൽക്കാരി ഇടയ്ക്ക് കയറിയത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഒരു ഗെയിമുണ്ട്. രണ്ടുപേരും ക്യാമറ തന്നെ നോക്കി സ്പേസ് എടുക്കാൻ വേണ്ടി മാത്രം കളിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ഒരു ഗെയിമുള്ള ഒരേപോലത്തെ അപ്രോച്ചുള്ള രണ്ടാൾക്കാർ ഗെയിം കളിക്കുന്ന സമയത്തുള്ള ഒരു രസമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെയാണ് മോർണിംഗ് ആക്ടിവിറ്റിയിൽ കണ്ട കാര്യങ്ങൾ. നന്ദി.